ഹെക്സെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പിന്റെ ബേസിക്സ്, അതിന്റെ കമ്പോണൻസ്, എങ്ങനെ അതിനെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ്. സോ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഈ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള HTML, CSS അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് എന്റെയൊക്കെ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പൊ നമ്മളിത് ഉപയോഗിക്കുന്നത് റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ കോഡ്സ് എല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു ഫയലാണ്. സോ ഇതിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണന്റ്, സ്റ്റൈൽസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ സൈസ് അനുസരിച്ച് ആ ഒരു വെബ് പേജിന്റെ ലേ ഔട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് വെബ് പേജ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ ഒരു ടോട്ടൽ ലുക്ക് ആൻഡ് ഫീൽ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് സ്ക്രീൻ സൈസിലുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഇന്ന് പല സ്ക്രീൻ സൈസിലുള്ള ഗാഡ്ജറ്റ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓരോ ഗാഡ്ജറ്റ്സിന്റെ അല്ലെങ്കിൽ ഓരോ സ്ക്രീൻ സൈസും അനുസരിച്ച് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റെസ്പോണ്ട് ആയി എങ്ങനെ അതിന്റെ ഒരു ആ വെബ് പേജിന്റെ ഒരു ടോട്ടൽ ലുക്ക് ആൻഡ് ഫീല് നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്താം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ആവാൻ പറ്റിയില്ലെങ്കിൽ സ്ക്രീൻ സൈസ് മാറാനനുസരിച്ച് അതിന്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും ആ ഒരു ഭംഗി പോകും, ആ ഒരു ലുക്കും ഫീലും നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് പോലുള്ള ടൂൾ ഉപയോഗിച്ച് അതിനെ റെസ്പോൺസീവ് ആക്കി വെക്കുന്നത്. നമുക്ക് എന്താണ് റെസ്പോൺസീവ് എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഗെറ്റ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇതാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ്, ബൂട്ട്സ്ട്രാപ്പ് 5th വേർഷൻ. അപ്പം ഇതിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. ഡോക്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പോണൻസിന്റെയും ഡോക്യുമെന്റേഷൻ, എങ്ങനെയാണ് അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസുകളാണ് ഇതിലുള്ളത്. ധാരാളം കമ്പോണൻസുകൾ നമുക്ക് ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് 2 രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഒന്ന് ഇതിന്റെ ഇത് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാം, നമ്മുടെ ഒരു പാക്കേജ് മാനേജർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അതല്ല എങ്കിൽ CDNകൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ CDNകൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കോഡിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു HTML ഫയൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു H1 ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ രീതിയിൽ നമ്മളൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇതിലേക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ CDNs ആഡ് ചെയ്തതിനൊരു ബൂട്ട്സ്ട്രാപ്പ് നമുക്ക് എങ്ങനെ ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CDNകൾ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്ന രീതിയാണ് നോക്കുന്നത്. അപ്പൊ അതിനായിട്ട് ജസ്റ്റ് CSS അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റിന്റെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെങ്കിൽ നമുക്ക് അതിന്റെ രണ്ടിൻ്റെതായിട്ടുള്ള CDNകൾ അവൈലബിൾ ആണ്. അപ്പം ആദ്യം തന്നെ അത് രണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കോപ്പി ചെയ്ത് CSSന്റെ CDN കോപ്പി ചെയ്ത് നമ്മുടെ ഹെഡ് ടാഗിനുള്ളിലും, അതേപോലെ തന്നെ ജാവാ സ്ക്രിപ്റ്റിന്റെ CDN രണ്ടാമതായിട്ടുള്ളതാണ് സ്ക്രിപ്റ്റ്, അത് കോപ്പി ചെയ്ത് നമ്മുടെ ബോഡി എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടും നമുക്ക് ബോഡി എൻഡ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ടും കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിനെ ഇത്തരത്തിലൊരു രീതിയിൽ നമ്മുടെ ബൂട്ട്സ്ട്രാപ്പിനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലെ, ഇത് ബൂട്ട്സ്ട്രാപ്പ് ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു HTML ഫയലാണ്. ഇത്തരത്തിലൊരു രീതിയിലേക്ക് നമുക്ക് ബൂട്ട്സ്ട്രാപ്പിനെ നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഡ്രോപ്പ് ഡൗൺസ് അല്ലെങ്കിൽ പോപ്പ് ഓവർ, ടൂളിപ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും കൂടെ ആവശ്യമായിട്ടുള്ള CDNകൾ ഉണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് അതിനെ കൂടി കൊണ്ടുവരാം. നമ്മൾ ഈ ഡോക്യുമെന്റേഷനിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ പോപ്പർ അല്ലെങ്കിൽ JS CDNs ആണിത്. ഇതിനെ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ബോഡി എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ആഡ് ചെയ്യാം.
നമ്മൾ ബൂട്ട്സ്ട്രാപ്പിനെ ഇത്തരത്തിലൊരു രീതിയിലാണ് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ഇതിൽ ധാരാളം കമ്പോണൻസ് നമുക്ക് അവൈലബിൾ ആണ്. ലേഔട്ട് കമ്പോണൻസ് ഒക്കെ നമുക്ക് ബൂട്ട്സ്ട്രാപ്പിന്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ടും നമുക്ക് നോക്കാം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് അതിന്റെ വർക്കിംഗ്, എന്താണ് അതിന്റെ ക്ലാസ്. ഓരോ ക്ലാസ്സുകളായിട്ടാണ് ഇതിന്റെ കോഡുകളും കാര്യങ്ങളും ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അത്തരം വീഡിയോകളുമായി ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും മനസ്സിലാവാത്തവർ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.